ലൈവ് ഇടണമെന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഞാൻ ലൈവ് നോക്കി, ആരും അതിൽ കയറുന്നില്ല. എന്താണെന്നറിയില്ല കേട്ടോ. എനിക്കിനിപ്പോൾ ലൈവ് ചെയ്യാൻ അറിയണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മാറണം പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും കയറ്റി എല്ലാം പാക്ക് ചെയ്തൊക്കെ എടുത്തു വെച്ചു. അപ്പം നമ്മൾ 25,000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ട് നമ്മൾ വീട് നോക്കിയത്. അപ്പം നമുക്ക് കിട്ടിയില്ല വീട്, കിട്ടിയില്ല. കണ്ണാടി ഇടട്ടെ, കണ്ണ് വേദനിക്കാൻ മരുന്ന് വെച്ചിരിക്കുന്നു. അതാണ് കണ്ണാടി ഇട്ട. ഒരാഴ്ചയായി ജലദോഷം. മറ്റേ ഓപ്പറേഷനത്തിന് പോകുമ്പോൾ വെള്ളം മാറ്റി കുടിച്ചിട്ട് ഭയങ്കര കഫക്കെട്ട്, തുപ്പണതൊക്കെ അങ്ങനെ ഭയങ്കര കഫമായിട്ട് വയ്യ തീരെ. ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്താണ് എന്നുള്ളൊരു ആലോചനയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ 4000 മിനിറ്റാണ് ഇതിനൊരു ഇത് കൊടുത്തിട്ടുണ്ടാകുന്നത്. എനിക്കിത് ഒന്നും ആയിട്ടില്ല, 1.5 കൊല്ലമായിട്ടും. നമ്മൾ വീഡിയോ ഇടുന്നതൊക്കെ ശരിയല്ലാണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് 10 മിനിറ്റല്ല, ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 70 സെക്കൻഡെങ്കിലുമൊക്കെ കാണണം അത്ര. അല്ലെങ്കിൽ 1 മിനിറ്റ് കണ്ടാലേ നമ്മുടെ ആ ഒരു മണിക്കൂർ അഡ്ജസ്റ്റായിട്ട് പോകുള്ളൂ. ഇപ്പം നമ്മുടെ വീഡിയോ തള്ളി കണ്ടിട്ട് 1000 ആൾക്കാർ കണ്ടു, 2000 ആൾക്കാർ കണ്ടു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മണിക്കൂറുകൾ, നമ്മുടെ മിനിറ്റുകൾ പോകുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ ചെറിയൊരു വിഷമമാണ്. 1.5 കൊല്ലമായി ചെയ്തിട്ട് എല്ലാവർക്കും 500-1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കാശൊക്കെ കിട്ടും പറയുന്നുണ്ട്. നമ്മൾക്ക് 5000 സബ്സ്ക്രൈബേഴ്സായി, എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു വരുമാനമില്ല. പിന്നെ ഇരിക്കാൻ വീടില്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ടൊരു ടെൻഷനിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ തറവാട്ടിൽ പോയിട്ട് ചെറിയ അനിയൻ പറഞ്ഞു, അവൻ്റെ സ്ഥലവും എൻ്റെ സ്ഥലവുമായിട്ട് നീ എന്നാൽ പെര വെക്കടി എന്നൊക്കെ പറഞ്ഞു. ഒരു ചെറിയൊരു കൂര വയ്ക്കുകയാണെങ്കിൽ ഒരു 3-4 ലക്ഷം രൂപ വേണ്ടേ? ആരുമില്ല സഹായിക്കാനായിട്ട്. കരയണമെന്ന് ആഗ്രഹമുണ്ട്, ചങ്ങക്ക് ഇങ്ങനെ പൊട്ടുന്ന വേദന. പക്ഷേ ഈ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ കരയാൻ പറ്റില്ല. എന്നിട്ട് 2 പ്രാവശ്യം ഞാൻ കരഞ്ഞു, കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് വന്നിട്ട്. പിന്നെ ആരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, കരയുന്നില്ല. ആരുടെ മുന്നിലും കരഞ്ഞൂടാന്നാണ് പറയുന്നത്. കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധൈര്യം ചോർന്നു പോവുകയാണ്. 10-25 വർഷമായിട്ട് ആണായിട്ടും പെണ്ണായിട്ടും ജീവിച്ച ഞാനൊരിക്കൽ ആരെയൊന്നും ഞാൻ കയ്യിൽ നിന്ന് കിട്ടി കാശ് മേടിച്ചിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കരയുമ്പോൾ നമ്മൾ തോറ്റു പോകുന്നുള്ള ഒരു പേടി, ആൾക്കാരുടെ മുന്നിലും നമ്മുടെ കൂടപ്പുറപ്പിൻ്റെ മുന്നിലൊക്കെ തോറ്റു പോകുന്നുള്ളൊരു പേടി. അതുകൊണ്ടാണ് കരയാത്തത്. ധൈര്യത്തിൽ ജീവിച്ചത്. ഇനി അങ്ങോട്ടുള്ളൊരു മുന്നോട്ടുള്ളൊരു ജീവിതം എന്ത് ചെയ്യും എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പോണടുത്താണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ പണിയെടുത്താലും 12,000 രൂപയ്ക്ക് മേലെ നമുക്ക് ശമ്പളം കിട്ടുന്നില്ല. കണ്ടിന്യൂ ആയിട്ട് അവിടെ ജോലി ചെയ്യാനും പറ്റില്ല. അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അവിടെ ജോലിയില്ല. അങ്ങനെ അറ്റം പോയാൽ 12,000 രൂപ നമുക്ക് ജോലി. അതിൽ നമുക്ക് 4,000 രൂപ സ്ക്വയർ മതി. പിന്നെ അതിലെന്താ ഉള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെട്ടി വണ്ടിയുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനും വേണ്ട ഒരു 10-25,000 രൂപ. അങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിയായിട്ടില്ല. ശരിയായിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കേട്ടോ. ഓക്കെ.